വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയങ്കരനാണ് നടന വിസ്മയം മോഹൻലാൽ. അദ്ദേഹത്തിന്റെ 64ാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. കേരളക്കരയെ ഒന്നാകെ ആഘോഷമാക്കിയ ദിവസമായിരുന്നു ഇത്. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്ന, ബഹുമാനിക്കുന്ന, ഏറെ ഭക്തിയും വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്ന, എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്ന വ്യക്തി കൂടിയാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ മോഹൻലാൽ. നടനെന്നതിനേക്കാൾ ഉപരി ഗായകൻ, കേണൽ, പാചകപ്രേമി, അവതാരകൻ, അതിലേറെ നല്ലൊരു കുടുംബസ്ഥൻ എന്നിങ്ങനെയെല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം. മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച നായകനാണ് മോഹൻലാൽ. എന്നാൽ വർഗീയതയെ പിന്തുണയ്ക്കുന്ന നിലപാടുകളോ നടപടികളോ മോഹൻലാൽ ഇതുവരെ എടുത്തിട്ടില്ല. രാഷ്ട്രീയപരമായ ഒരു അഭിപ്രായവും അദ്ദേഹം വ്യക്തമാക്കാറില്ല. എല്ലാ പാർട്ടിയോടും രാഷ്ട്രീയ പ്രവർത്തകരോടും അടുത്തിടപഴകാറുണ്ട് മോഹൻലാൽ. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മോഹൻലാലിന്റെ ബന്ധം പലപ്പോഴും ചർച്ചയാകാറുണ്ട്. രണ്ടാളും തമ്മിൽ സ്പെഷ്യൽ ബന്ധം തന്നെയാണ്. മോഹൻലാലിന്റെ ട്വീറ്റിന് ഒരിക്കൽ പ്രധാനമന്ത്രി നൽകിയ മറുപടിയിൽ തന്നെ രണ്ടാളും തമ്മിൽ ഉള്ള ബന്ധം വ്യക്തമാണ്. ലാൽ കരുതലോടെയാണ് നീങ്ങുന്നത്. മോഹൻലാലിന്റെ ഫാൻസിന്റെ കാര്യമെടുത്താലും അതിലെല്ലാ പാർട്ടിക്കാരുമുണ്ട്. മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച അവിസ്മരണീയമെന്ന് ട്വിറ്ററിൽ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലരെയും അതിശയിപ്പിച്ചിരുന്നു. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന്റെ പുതിയ സംരംഭങ്ങൾ മികച്ചതാണെന്നും ഏവർക്കും പ്രചോദനം നൽകുന്നതാണെന്നും മോദി അഭിപ്രായപ്പെട്ടിരുന്നു. ട്വിറ്ററിൽ മോഹൻലാലിനെ പിന്തുടരുക കൂടി ചെയ്തതോടെ പ്രധാനമന്ത്രി പിന്തുടരുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളായിരിക്കുകയാണ് മോഹൻലാൽ. ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയ ചില ചർച്ചകൾക്ക് കൂടി തുടക്കമിട്ടിട്ടുണ്ട്. 12 പ്രമുഖ വ്യക്തികളെ രാജ്യസഭാ എംപിമാരായി നോമിനേറ്റ് ചെയ്യാൻ അവസരമുള്ളപ്പോൾ ഒരുപക്ഷെ പുതിയ സർക്കാരിൽ ഒരു MP സ്ഥാനമോ കേന്ദ്രമന്ത്രി സ്ഥാനമോ മോഹൻലാലിനെ തേടി എത്തുമായിരിക്കുമെന്നുള്ള വസ്തുത തള്ളിക്കളയാനാകില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ തന്റെ സിനിമാ തിരക്കുകളിലും രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കാത്ത ഒരു വ്യക്തിയെന്ന നിലയിലും അദ്ദേഹം ഇത് സ്വീകരിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണമെന്നും പറയുന്നവരുണ്ട്. ലാലേട്ടന് സുരേഷ് ഗോപിയുടെ അവസ്ഥ വരാതിരിക്കട്ടെ. എത്ര നല്ല നടനായാലും കേന്ദ്രമന്ത്രി സ്ഥാനം മോഹിച്ച് BJPയിൽ പോയാൽ മലയാളികളുടെ ഉള്ള സ്നേഹവും കൂടി കളഞ്ഞ സുരേഷ് ഗോപിയെ പോലെ ആകുമെന്നും, എന്നാൽ ലാലേട്ടന് ആ ബുദ്ധിയുള്ളത് കൊണ്ട് ആലോചിച്ച് നല്ലത് മാത്രമേ അദ്ദേഹം സ്വീകരിക്കൂ എന്നും ആരാധകർ കമന്റുകളിലൂടെ അറിയിക്കുന്നുണ്ട്. അതേസമയം 4 പതിറ്റാണ്ടിലേറെയായി സിനിമയിലെ നിറസാന്നിധ്യമാണ് മോഹൻലാൽ. 5 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 2 മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശം, അഭിനയത്തിന് പ്രത്യേക ജൂറി അവാർഡ്, മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ്, നിർമ്മാതാവെന്ന നിലയിൽ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, ഫിലിം ഫെയർ അവാർഡുകൾ എന്നിവയും മറ്റ് നിരവധി അംഗീകാരങ്ങളും മോഹൻലാലിനെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് 2001ലും 2010ലും പത്മശ്രീ പുരസ്കാരവും 2019ൽ പത്മഭൂഷണും ഇന്ത്യയുടെ 4ാമത്തെയും 3ാമത്തെയും ഉയർന്ന സിവിലിയൻ ബഹുമതികൾ എന്നിവയും അദ്ദേഹത്തെ തേടിയെത്തി. 2009ൽ ടെറിട്ടോറിയൽ ആർമിയിലെ ലെഫ്റ്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നടനായി മോഹൻലാൽ മാറി. 2001 മുതൽ 2014 വരെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും 2018 കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഓണറ്റി ഡോക്ടറേറ്റുകൾ നേടിയിട്ടുണ്ട്.